വെൽക്കം ബാക്ക് ടു CI എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ബ്ലെൻഡിങ് അസിസ്റ്റൻറ്റ് ക്ലാസ്സുകളാണ്. അപ്പോൾ അതിലത്തെ മൊഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, അതുപോലെ തന്നെ ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ, ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവറപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനീഷ്യലി കെമിക്കൽ ഫോർമുലാസ് എല്ലാം ഒബ്റ്റെയിൻ ചെയ്തിരുന്നത് എല്ലാ എലമെൻസിൻ്റെയും മാസസുകളെ ഡിറ്റർമിനേഷൻ നടത്തി അവയെ കമ്പൈൻ ചെയ്ത് പുതിയ മോളിക്യൂൾസൊക്കെ ഫോം ചെയ്തിട്ടായിരുന്നു. സബ്സിക്വൻ്റ്ലി പിന്നീട് എന്ത് സംഭവിച്ചു? കെമിസ്ട്രിയിൽ 2 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമുലാസ് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ആ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസാണ് മോളിക്കുലർ ഫോർമുല ആൻഡ് എംപിരിക്കൽ ഫോർമുല. The empirical formula of a compound gives the simplest ratio of the number of different atoms present, whereas molecular formula gives the actual number of each different atom present in a molecule. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല നമുക്ക് നൽകുന്നത് അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ആറ്റംസിൻ്റെ നമ്പറിൻ്റെ ഒരു സിംപ്ലസ്റ്റ് റേഷ്യോ ആണ് നമുക്ക് തരുന്നത്. പക്ഷേ മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോഴോ ഇറ്റ് ഗീവ്സ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ഈച്ച് ഡിഫറെൻറ്റ് ആറ്റം പ്രസൻറ്റ് ഇൻ എ മോളിക്യൂള്. ഒരു മോളിക്യൂളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഓരോ ഡിഫറെൻറ്റ് ആറ്റത്തിൻ്റെയും ആക്ച്വൽ നമ്പറാണ് നമുക്ക് മോളിക്കുലർ ഫോർമുല നൽകുന്നത്. ഇഫ് ദ ഫോർമുല ഈസ് സിംപ്ലിഫൈഡ് ദെൻ ഇറ്റ് ഈസ് ആൻ എംപിരിക്കൽ ഫോർമുല. അതായത് ഫോർമുല എന്ന് പറയുന്നത് ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു ഫോർമുല ആണെങ്കിൽ അതൊരു എംപിരിക്കൽ ഫോർമുലയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. The molecular formula is commonly used and is a multiple of the empirical formula. അപ്പോൾ മോളിക്കുലർ ഫോർമുലയാണ് അവിടെ കോമൺലി യൂസ് ചെയ്യുന്നത്. അത് ഈ ഒരു എംപിരിക്കൽ ഫോർമുലയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. The general statement relating molecular formula and the empirical formula is, അതായത് മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് മോളിക്കുലർ ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എന്നതാണ് മോളിക്കുലർ ഫോർമുലയുടെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇനി വാട്ട് ഈസ് മോളിക്കുലർ ഫോർമുല? അപ്പോൾ മോളിക്കുലർ ഫോർമുല ഈസ് ദ ഫോർമുല ഡിറൈവ്ഡ് ഫ്രം മോളിക്യൂൾസ്. സിമ്പിളായി പറയുകയാണെങ്കിൽ മോളിക്യൂൾസിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദ ഇൻഡിവിജ്വൽ ആറ്റം പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ള മോളിക്യൂളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആറ്റംസിൻ്റെ ടോട്ടൽ നമ്പറിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഈ ഒരു മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. മോളിക്കുലർ ഫോർമുല യൂസസ് എ ട്രാൻസ്ക്രിപ്റ്റ് ദാറ്റ് റിപ്പോർട്ട്സ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഓഫ് ദ കോമ്പൗണ്ട്. അപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്യൂളിൽ ഉള്ള ഓരോ ആറ്റത്തിൻ്റെയും ഈച്ച് ടൈപ്പ് ഓഫ് ദ ആറ്റത്തിൻ്റെയും ആക്ച്വൽ നമ്പറിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഈ ഒരു മോളിക്കുലർ ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. മോളിക്കുലർ ഫോർമുലാസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഗ്രാം മോളിക്കുലർ മാസസ് ദാറ്റ് ആർ സിമ്പിൾ വോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ദ കറസ്പോണ്ടിങ് എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പോൾ മോളിക്കുലർ ഫോർമുലാസ് എന്താ ചെയ്യുന്നത്? ഈ ഒരു മോളിക്കുലർ ഫോർമുലാസ് ഗ്രാം മോളിക്കുലർ മാസസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതെന്ന് വെച്ചാൽ അതൊരു സിമ്പിൾ വോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ദ കറസ്പോണ്ടിങ് എംപിരിക്കൽ ഫോർമുലയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധമുള്ള എംപിരിക്കൽ ഫോർമുലയുടെ ഒരു വോൾ നമ്പർ മൾട്ടിപ്പിളാണ് ഈ ഒരു ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഇനി എംപിരിക്കൽ ഫോർമുല എന്താ നോക്കാം. നമ്മളിത് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് എംപിരിക്കൽ ഫോർമുല എന്താ നോക്കാം. ദ എംപിരിക്കൽ ഫോർമുല ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പോസിബിൾ വോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ ഫോർമുല. ഈ ഒരു ഫോർമുല സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇത് സിംപ്ലസ്റ്റ് ഫോർമുല എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. An empirical formula for a compound is the formula of a substance written with the smallest integer subscript. Empirical formula gives information about the ratio of numbers of atom in the compound. അപ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല നമുക്ക് തരുന്ന ഒരു ഇൻഫോർമേഷൻ എന്തിനെ പറ്റിയാണ്? ഈ ഒരു കോമ്പൗണ്ടിലുള്ള പ്രസൻ്റ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ നമ്പറിൻ്റെ റേഷ്യോ ആണ് നമുക്ക് തരുന്നത്. ദ പേഴ്സൻറ്റ് കോമ്പോസിഷൻ ഓഫ് എ കോമ്പൗണ്ട് ഡയറക്ട്ലി ലീഡ്സ് ടു ഇറ്റ്സ് എംപിരിക്കൽ ഫോർമുല. ഇനി എംപിരിക്കൽ ഫോർമുലേനെ നമുക്ക് മോളിക്കുലർ ഫോർമുലേനെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ അത് ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വോൾ നമ്പർ റേഷ്യോനാണ് ഇതിൽ കാണിക്കുന്നത്.
അതിനുള്ള എക്സാമ്പിളാണ് അസറ്റിലിൻ. അസറ്റിലിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH ആണ്. ഇനി മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് ഒരു എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആറ്റത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു മോളിക്യൂളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആറ്റത്തിൻ്റെ ഒരു എക്സാക്ട് നമ്പറാണ് മോളിക്കുലർ ഫോർമുലയിൽ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസറ്റിലിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? CH ആയിരുന്നു. ഈ ഒരു മോളിക്കുലർ ഫോർമുലയായിട്ട് വരുന്നത് C2H2 ആണ്. ഒരു എക്സാമ്പിളായി നോക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ്. ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോർമുല വേഴ്സസ് ഗ്ലൂക്കോസ് എംപിരിക്കൽ ഫോർമുല, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C6H12O6 ആണ്. നമുക്കതറിയാം. അതിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2O ആണ്. എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മളൊരു ഇക്വേഷനായിട്ട് പറഞ്ഞിരുന്നു. മോളിക്കുലർ ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അങ്ങനെ നോക്കുകയാണെങ്കിൽ മോളിക്കുലർ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ലേ? ഇവിടെ C6H12O6 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല നമ്മൾ CH2O എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ആ ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ടിലോട്ട് എടുത്താൽ മതി, N ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ 6 ഇൻറ്റു CH2O ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആണ് C6H12O6 എന്ന് പറയുന്നത്. രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ബോറോൺ ഹൈഡ്രൈഡ് ഈസ് BH3. കാൽക്കുലേറ്റ് ദ മോളിക്കുലർ ഫോർമുല വെൻ ദ മെഷേർഡ് മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഈസ് 27.66. അതായത് BH3 എന്നാണ് ബോറോൺ ഹൈഡ്രൈഡിൻ്റെ എംപിരിക്കൽ ഫോർമുല വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ മെഷേർഡ് മാസ് എന്ന് പറയുന്നത് 27.66 ആണെങ്കിൽ അതിൻ്റെ മോളിക്കുലർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഇതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു B ആണുള്ളത്. സോ B പ്ലസ് 3 ഇൻറ്റു H. അപ്പം നമുക്ക് നോക്കുമ്പോൾ ബിയുടെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 10.81 ആണ്. അതേ പ്ലസ് 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 13.81 മ്യൂ ആണ് ഈ ഒരു ബോറോൺ ഹൈഡ്രൈഡിൻ്റെ അറ്റോമിക് മാസ്സായിട്ട് വരുന്നത്. ബട്ട് നമുക്ക് തന്നിട്ടുള്ള മെഷേർഡ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 27.66 ആണ് തന്നിട്ടുള്ളത്. മോളിക്കുലർ ഫോർമുല കാണുന്നതിനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുലയാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്നിനെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. N ഈക്വൽ ടു മോളിക്കുലർ ഫോർമുല ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല. നമുക്കിവിടെ തന്നിട്ടുള്ള മെഷേർഡ് മോളിക്കുലർ മാസ് 27.66 ആണ്. സോ 27.66 ഡിവൈഡഡ് ബൈ 13.81 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 2 ആണ് ആൻസർ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് N നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഒരു 2നെ നമ്മൾ Nൻ്റെ സ്ഥാനത്ത് കൊടുത്തിട്ട് പുട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമുക്ക് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇക്വേഷനിലോട്ട് നമുക്കത് കൊടുക്കാം. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു 2 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട് BH3 എന്നാണ്. 2 ഇൻറ്റു BH3 ദാറ്റ് ഈസ് ഈക്വൽ ടു B2H6. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ എംപിരിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഈസ് COCl2 ആൻഡ് ഇറ്റ്സ് മോളിക്കുലർ മാസ് ഈസ് 90.00 മ്യൂ. ഫൈൻഡ് ഔട്ട് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദാറ്റ് കോമ്പൗണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട് COCl2 എന്നാണ്. അതിൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് 90 മ്യൂ ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3, what is the molecular formula of a compound which has an empirical formula of CH2 and relative molecular mass of 70? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസ് ആണ്. ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ ഇൻവോൾവ്സ് ദ അഡീഷൻ ഓഫ് സോഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ് ടു ദ റിയാക്റ്റൻറ്റ് ആൻഡ് പ്രൊഡക്റ്റ്. അതായത് ബാലൻസിങ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ സോഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റിൻ്റെ അഡീഷനാണ് അവിടെ വരുന്നത്. അത് റിയാക്റ്റൻറ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും വരുന്നുണ്ട്. നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ടായിരിക്കും? അതിനൊരു റിയാക്റ്റൻറ്റ് സൈഡും ഉണ്ടായിരിക്കും, പ്രൊഡക്റ്റ് സൈഡും ഉണ്ടായിരിക്കും. റിയാക്റ്റൻറ്റ് ചേർന്നിട്ടാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്.
This is important because a chemical equation must obey the law of conservation of mass and law of constant proportion. എന്തുകൊണ്ടാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? കാരണം കെമിക്കൽ റിയാക്ഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും അതുപോലെ തന്നെ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനും അത് ഒബേ ചെയ്തിരിക്കണം. ഇനി എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് നോക്കാം. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈസ് എ സിംബയോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ദ റിയാക്റ്റൻറ്റ് ആൻഡ് പ്രൊഡക്റ്റ് ആർ ഡിനോട്ടഡ് ബൈ ദെയർ റെസ്പെക്റ്റീവ് കെമിക്കൽ ഫോർമുല. അതാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വാട്ടർ ഫോർമേഷൻ തന്നെ നോക്കാം. 2H2 + O2 gives 2H2O. അങ്ങനെ നമുക്ക് വാട്ടർ കിട്ടുന്നുണ്ട്. വിച്ച് ഡിസ്ക്രൈബ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ടു ഫോം വാട്ടർ. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ നടന്നിട്ട് വാട്ടർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഈ ഒരു ആരോയുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്തായിരിക്കും, റിയാക്റ്റൻറ്റ് സൈഡും അതുപോലെ തന്നെ ആരോയ്ക്ക് ശേഷം വരുന്നത് പ്രൊഡക്റ്റ് സൈഡാണെന്ന് നമുക്ക് പണ്ട് മുതൽക്കേ അറിയാവുന്ന കാര്യമാണ്. ഇനി നെക്സ്റ്റ് എന്താണ് സോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് നോക്കാം. എ സോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ഡിസ്ക്രൈബ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് എ കെമിക്കൽ സ്പീഷീസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കെമിക്കൽ സ്പീഷീസുകളുടെ മോളിക്യൂൾസിൻ്റെ ടോട്ടൽ നമ്പറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ റേഷ്യോ ബിറ്റ്വീൻ ദ റിയാക്ടിംഗ് സ്പീഷീസ് ആൻഡ് ദ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ റിയാക്ഷൻ. അപ്പോൾ അതെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ഒരു റിയാക്ഷൻ വഴി ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെയും അതുപോലെ തന്നെ അവിടെ വരുന്ന റിയാക്ടിംഗ് സ്പീഷീസുകളും തമ്മിലുള്ള ഒരു റേഷ്യോനെയാണ് ഈ ഒരു സോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. CH4 + 2O2 gives CO2 + 2H2O. ഈ ഒരു റിയാക്ഷനിൽ വരുന്ന ഓക്സിജൻ്റെയും അതുപോലെ തന്നെ വാട്ടറിൻ്റെയും സോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ CH4ഉം അതുപോലെ തന്നെ CO2ൻ്റെയും ഈ ഒരു സോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. While balancing chemical equations, stoichiometric coefficients are assigned in a manner that balances the total number of atoms of elements on the reactant and product side. റിയാക്റ്റൻറ്റ് സൈഡിലും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സൈഡിലും ഉള്ള എലമെൻസിലുള്ള ആറ്റത്തിൻ്റെ ടോട്ടൽ നമ്പറിനെ ബാലൻസ് ചെയ്യുന്ന ആ ഒരു രീതിക്കായിരിക്കണം നമ്മൾ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് നമ്മളിതിൽ അസൈൻ ചെയ്യേണ്ടത്.